പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫിക്കയാണ് നമുക്കൊപ്പം ഉള്ളത്. ഈ ഒരു മത്സരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണം പോലെയാണ് അല്ലേ? അതെങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു സാറിൻ്റെ ഒരു പങ്കാളിത്തം എങ്ങനെയായിരുന്നു? സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഇന്നാണ് അതിൻ്റെ പരിപാടിക്കായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അറഫ ട്രസ്റ്റ് നമ്മുടെ കലയുടെ ഒരു ഭൂമികയാണ് പാഞ്ഞാളും പരിസര പ്രദേശങ്ങളും. അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സംഘാടനം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അറഫ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. നമ്മളേറെ കലയെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് പാഞ്ഞാട്. അതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ 7000 കുട്ടികൾ മാറ്റുരയ്ക്കുമ്പോൾ അത് വലിയ ആഹ്ലാദമാണ് പരിസര പ്രദേശങ്ങളിലെ എല്ലാവർക്കും. നമ്മളിപ്പോൾ സഞ്ചരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഇത്തരം കലോത്സവത്തിനപ്പുറത്ത് ജനങ്ങൾ തന്നെ അതൊരു വലിയ ആഘോഷവും ആവേശവുമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ജനപ്രതിനിധികളാവുമ്പോൾ സ്വാഭാവികമായും നമ്മളത് സന്തോഷകരമായ ഒന്നാണ്. ഈ 3 ദിവസം സാറോടെ ഉണ്ടാവും തീർച്ചയായിട്ടും. എന്തായാലും ആഘോഷത്തിൻ്റെ ഒപ്പം പങ്കുചേരാന്ന് മാത്രമല്ല, ഇത് ഒരു മേൽനോട്ടം വഹിച്ച് കൊണ്ടു നടക്കുക എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ് അല്ലേ? അത് തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായ ഒരു സംഘാടനം അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ജനപ്രതിനിധികൾ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. അത് അറഫ ട്രസ്റ്റ് തന്നെ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത വർഷം നമുക്ക് ഇവിടെ തന്നെ തീർച്ചയായിട്ടും. നമുക്ക് ഇത്തരം കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കലയെ പരിപോഷിപ്പിക്കുക മാത്രമല്ല, ജനങ്ങൾക്ക് സംസ്കാരവുമായി ബന്ധിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഓരോ കലോത്സവങ്ങളും മനുഷ്യൻ്റെ നന്മ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അതിലേക്ക് കൂടുതൽ വരുന്ന വർഷങ്ങളിലെല്ലാം ഇത്തരം കലകൾ കടന്നു വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കലയുടെ ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് ചെറുതുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കേരള കലാമണ്ഡലം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് നമുക്കൊപ്പം ചേരുന്നത്, ഷെയ്ഖ് അബ്ദുൽ ഖാദർ. അദ്ദേഹത്തിനോട് ഈ കലാമാമകത്തിൻ്റെ വിശേഷങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സാർ പറയൂ, എങ്ങനെയായിരുന്നു ഈ ഒരു കലാമാമകം ഇവിടെ നടക്കുകയാണ്? എങ്ങനെയായിരുന്നു സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുക്കങ്ങൾ? അറഫ സ്കൂളിലെ ജില്ലയുടെ കലോത്സവമാണ് നടക്കുന്നത്. വിപുലമായ സംഘാടനമാണ് ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. നമ്മുടെ കലാമണ്ഡലത്തിന് തൊട്ടാണ് അറഫ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 7000-ഓളം കുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കം അറഫ മാനേജ്മെൻറ്റും ആ സ്ഥാപനം വലിയ തോതിൽ നടത്തിയിട്ടുണ്ട്. 7000 കുട്ടികൾ ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരിക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതിൻ്റെ ചിട്ടയായ സംഘാടനം ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള കുട്ടികളുടെ വലിയ കലാരുചി അവരുടെ പ്രകടനം സൃഷ്ടിക്കാനുള്ള വലിയ അവസരമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവർക്കുള്ള ആശംസകളും പിന്തുണ നൽകാൻ കലാമണ്ഡലം അതുമായി ബന്ധപ്പെട്ട സ്ഥലമാണല്ലോ. കലയുടെ ഈറ്റില്ലത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതെ, അവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ താമസിക്കുന്നവരുണ്ടായിരിക്കാം, ഈ ഒരു ചുറ്റുവട്ടം ചെറുതുരുത്തി ഭാഗങ്ങൾ താമസിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരുക്കങ്ങൾ എന്തായിരുന്നു ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ഒരു മത്സരങ്ങൾ നടക്കുന്നതിനെ കുറിച്ചിട്ട്? അവർക്കൊന്നും ഒരു തരത്തിലുള്ള പരാതി ഇല്ലാതിരിക്കാനുള്ള വലിയ ഇടപെടൽ ആ സ്ഥാപനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള താമസം, ഭക്ഷണം, കാര്യങ്ങളിലൊക്കെ വലിയ ഒരുക്കം. അത് വന്നു നോക്കിയാൽ ആർക്കും അത് കാണാൻ വേണ്ടി കഴിയും. ഇത്രയും ഒരു കുട്ടികളെ 3 ദിവസം പങ്കെടുപ്പിക്കുക, അവർക്ക് എല്ലാവർക്കും പരാതിയില്ലാതെ പരിപാടി നടത്താനുള്ള അവസരം ഉണ്ടാക്കുക, മത്സരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക, അതൊക്കെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. How is the experience, madam? See, we are hosting, Arafa English School is hosting one of the most prestigious mega event, and that is the Thrissur Sahodaya Kalotsav. And we have got the opportunity second time. 2022 we had hosted, and because of the great way we got remarks, exemplary remarks, once again it has come to Arafa English School, and the experience is great. The most of the parents and all are very happy. They are saying wonderfully arranged everything. The more credit goes to our strong, management who takes each and everything into say this. And we have a wonderful team of teachers who have been working, and staff, non-teaching staff. All together, it's a mantra for our success. And today when we have this experience here, 3 days, yesterday was a great experience. Let us see today many of the group item dances are there. 100% with the grace of God Almighty, we know that it will be a wonderful one and a prestigious one. So we look forward for all the support and cooperation from each and every corner where we can go up. This is the victory of this management. Yeah, it is the victory, because without a strong pillar, nothing can be done. If we have a good staff, we cannot do all. But we need a strong, powerful, well-rooted management. And that is the success here.
സർ പറയൂ, നമ്മുടെ 3 ദിവസമാണ് കുട്ടികൾ, 6000-ത്തിലധികം കുട്ടികളാണ് ഇവിടെ ഓരോ മത്സരങ്ങളിലും. ഇതൊരു മത്സര ബുദ്ധിക്ക് പുറമെ ഒരു കലയുടെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുകയാണ് ഇന്നത്തെ ഒരു ജനറേഷനിൽ. എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ഇത് കുട്ടികളെ ഒന്നിപ്പിക്കുക എന്നതിലുപരിയായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മതപരമായും ജാതീയമായും അധിക്ഷേപിക്കുക അല്ലെങ്കിൽ വിഭജിക്കപ്പെടുമ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുക. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ലാത്ത എല്ലാവരും കൂടെ ഒറ്റക്കെട്ട്, അത് കല എന്ന കാര്യത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാവരും കൂടി മുന്നോട്ട് പോകുന്ന ഒരു അവസരമാണ് ഈ ഇന്നത്തെ കലോത്സവം. അതായത് ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് നടക്കുന്നു ഇവിടെ. ഇത് പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ 2ാമത്തെ പ്രാവശ്യമാണ് അറഫയെ തേടി എത്തുന്നത് ഈ കലോത്സവം. ഞങ്ങളെന്തായാലും വളരെ ഹാപ്പിയാണ്. ഈ മാനേജ്മെൻറ്റിൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ സ്റ്റാഫും മാനേജ്മെൻറ്റും അത് വേറെ അല്ല, സ്റ്റാഫ് വേറെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വേറെ എന്നില്ല. ഇരു കൂട്ടരും ഒറ്റ മെയ്യായി പ്രവർത്തിച്ച് ഇത് വിജയത്തിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുമ്പോഴും ഞങ്ങളൊരു 90% അതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാലാവസ്ഥ ചെറിയമായി ഞങ്ങൾക്ക് പ്രതികൂലമായി ബാധിച്ചെങ്കിലും കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ പരിപാടികളും അതായത് സമയത്തിന് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും എല്ലാവരുടെയും നിങ്ങളുടെ പ്രത്യേകിച്ച് മീഡിയ പീപ്പിൾസിൻ്റെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ടിനും സഹകരണത്തിനും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. സഹോദയ സ്കൂൾ കലോത്സവം 2ാം തവണയാണ് ആറ്റൂർ അറഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അരങ്ങേറുന്നത്. ഈ 2ാം തവണ ഈ സ്കൂളിനെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു സർ? കാരണം ചോദിക്കുകയാണെങ്കിൽ 2-3 കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്ന്, അറഫ സ്കൂളിൽ ഒരു കലോത്സവം നടത്താനുള്ള, തൃശ്ശൂർ സഹോദയയുടെ കലോത്സവം നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, തൃശ്ശൂർ സഹോദയയിൽ 90-ലധികം സ്കൂളുകളുണ്ട്. ഈ കലോത്സവത്തിൽ തന്നെ 73 സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട്. 6000 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാനും 4 കാറ്റഗറികളിലായിട്ട് 147 ഇനങ്ങളിൽ മത്സരം നടത്തുമ്പോൾ അതിനുള്ള സ്റ്റേജുകൾ നിർമ്മിക്കാനും എല്ലാ സൗകര്യങ്ങളുള്ളത് ഒരു കാരണം. പിന്നെ അർഫയിൽ വളരെ നല്ലൊരു ടീമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു മാനേജ്മെൻറ്റ് ടീം, പ്രിൻസിപ്പൾ നല്ല രീതിയിൽ അവരെ ലീഡ് ചെയ്യുന്നു. എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു ടീം ഓഫ് സ്റ്റാഫ് തന്നെയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സഹോദരിക്ക് അറിയാം അറഫയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലോത്സവം ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നടത്തും എന്നുള്ളത്. അതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു രണ്ടാമതൊരു ചിന്തയുണ്ടായില്ല അറഫയിൽ രണ്ടാമത് ഇത് കണ്ടക്ട് ചെയ്യാനായിട്ട്. അത് ആദ്യത്തെ പരിപാടിയുടെ പ്രേരണയാണ്. എത്ര സ്കൂളിൽ നിന്നാണ് പങ്കെടുക്കുന്നത് സർ? എത്ര സ്കൂളുകാരാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്? ഏകദേശം 73 സ്കൂളുകൾ. ഇപ്പോൾ ഒരു പോയിന്റ് നില എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ പോയിന്റ് നില നമുക്ക് ഒരു 35% റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. ദേവമാത സീമ പബ്ലിക് സ്കൂൾ പാട്രാക്കിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. തൊട്ടു പുറകിൽ പാറമേക്കാവുണ്ട്, അതിന്റെ പുറകിൽ IAS ഉണ്ട്. അങ്ങനെ സ്കൂളുകൾ അതിന്റെ പുറകിലായിട്ടുണ്ട്. അതെ, നമ്മളിപ്പോൾ ഒരു മത്സര ബുദ്ധി അല്ല, നമുക്കൊരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരികയാണ് കുട്ടികൾക്ക്. ഇത് അവർക്ക് ഭാവിയിലും ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലായാലും ഇത്രയും സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേളയിൽ പങ്കെടുക്കുക പറഞ്ഞത് ഒരു ഗ്രേഡിന് ഒരു സമ്പ്രദായം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സാറ് ഒരു ഭാവി തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ ഇതിലൊരു പങ്ക് എങ്ങനെയായിരിക്കും? ഭാവി തലമുറയെ അവർ പങ്കെടുക്കുന്നതും അത് വളർത്തിക്കൊണ്ടുവരുന്നതിനും അവരുടെ സ്കിൽസ് വളർത്തിക്കൊണ്ടുവരുന്നതിനും ഈ ഒരു സംരംഭം വളരെ വിജയകരമായിട്ട് അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ പല കുട്ടികൾക്കും ഭാവിയിൽ വളരെയധികം ഉന്നതമായ സ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ആർട്സ്, ഇതിലൊക്കെ വളരെ ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴായാലും നമ്മൾ ഈ പരിപാടി നടത്തുന്ന കുട്ടികൾക്ക് എപ്പോഴും വളരെ വളരെ പ്രചോദനമാണ്. അതാണ് ഇതിൽ നിന്ന് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ കലോത്സവത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു സംഘാടക സമിതിയുടെ വിജയമാണ് അല്ലേ? അത് നല്ല രീതിയിൽ പരാതികളില്ലാതെ കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം തൊട്ടിട്ട് ചെറിയൊരു കാര്യം തൊട്ടിട്ട് വലിയൊരു കാര്യം വരെ എന്നുള്ളത് അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു നേതൃത്വ മനോഭാവമുള്ളവർക്ക് മാത്രം നടക്കുന്നതാണ്. എങ്ങനെയായിരുന്നു ടീച്ചറുടെ ഒരു പങ്ക്? എങ്ങനെയായിരുന്നു? സെക്രട്ടറി ആണല്ലേ, പേര് പറഞ്ഞു. പറഞ്ഞോളൂ, എങ്ങനെയായിരുന്നു സംഘാടനം? എല്ലാവരുടെയും ഒരു ക്വാളിറ്റിയാണ് നിൽക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് പല പല സ്കൂളുകളിൽ വരുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സംഘടിപ്പിക്കുമ്പോൾ അതിന് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് കറക്റ്റ് ടൈമിൽ കൊടുത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുനടക്കുമ്പോൾ സാധാരണ അത്ര വലിയ ബുദ്ധിമുട്ടല്ല. ലൈക്ക് മൈൻഡഡ് പീപ്പിൾ വർക്ക് ടുഗദർ, ഐക്യത്തോട് കൂടിയിട്ട് പോകുന്നതാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിജയം അതിൻ്റെ കാരണം ഈ ഒരു സംഘാടകരുടെയും സംഘാടനത്തിൻ്റെയും ശക്തി തന്നെ. നെക്സ്റ്റ് ഇയർ പ്രതീക്ഷിക്കുന്നുണ്ടോ അറഫ സ്കൂളിൽ തന്നെ ഒരു സഹോദയ കലോത്സവം? അറഫ സ്കൂൾ ബിൽഡിങ്ങാണ് ഞങ്ങൾക്ക് കറക്റ്റാണ് അല്ലേ കൊണ്ട് നടക്കാൻ? ബാക്ക് ടു ഹോം എന്നുള്ളൊരു ഫീലാണ്. സാറിൻ്റെ ഒരു ഇത് പറഞ്ഞോളൂ.
ഇതിൻ്റെ കലോത്സവം രണ്ടാം തവണ ഇവിടെ നടക്കുമെന്ന് പറഞ്ഞ സാറിന് ഇന്ന് പറഞ്ഞ പോലെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സംഘാടകരുടെ ഒരു മികവുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 1 സ്കൂളോളം ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ ഈ പ്രാവശ്യം 73 സ്കൂളാണ് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 6000 സ്റ്റുഡൻസും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇവിടെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഇതിൻ്റെ സംഘാടകരും തന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇതിനെ ആസൂത്രണം ചെയ്തതിൻ്റെ ഫൈനാൻഷ്യൽ സൈഡെല്ലാം കറക്റ്റായിട്ട് ബഡ്ജറ്റെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകാനും ഇവിടുത്തെ മാനേജ്മെൻറ്റ് അത് കൃത്യമായിട്ട് മുൻകൈ എടുത്ത് നിൽക്കുന്നവരും വളരെയധികം സഹോദരമായിട്ട് സഹകരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രസ്ഥാനം ഇവിടെ ഏറ്റെടുത്തപ്പോൾ തന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം ഇത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്കറിയാം. ഇവർ ടീച്ചേഴ്സിന് തന്നെ ഒരു മാസം മുന്നേ തന്നെ ഇതിന് പ്രിപ്പറേഷൻ ചെയ്യായിരിക്കും, അതായത് ആ ഒരു ഒരുക്കത്തിലേക്കുള്ളത് അതെങ്ങനെയായിരുന്നു? അത് എല്ലാ വിഭാഗത്തിനെയും തിരിച്ച് ഓരോ സ്റ്റേജിനും അതിൻ്റേതായ ടീം മാനേജേഴ്സും അതിൻ്റേതായ സ്റ്റേജ് മാനേജറും സപ്പോർട്ടീവ് സ്റ്റാഫ് എല്ലാവർക്കും കൃത്യമായ അവരുടെ ഡ്യൂട്ടികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അസൈൻ ചെയ്ത് അവർക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുന്നേ നടത്തിയിരുന്നത് കൊണ്ട് അവർക്കത് മുൻ എക്സ്പീരിയൻസ് ഉണ്ടതാനും അതിനകത്ത് ചെറിയ ചെറിയ പിഴവുകൾ മുൻ പ്രാവശ്യം ഉണ്ടായിട്ട് അതെല്ലാം നികത്തി ഈ പ്രാവശ്യം പിഴവില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സംവിധാനം മുൻകൂട്ടി മാസങ്ങൾക്ക് മുമ്പേ തന്നെ, കാരണം ഇത് നേരത്തെ തീരുമാനിക്കും. ഞങ്ങൾ ജൂൺ അക്കാഡമിക് ഇയർ ആരംഭിക്കുമ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും ഏത് സ്കൂളിലേക്കായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ അവർ അതിനെ ഒരുങ്ങി തന്നെയാണ് വരുന്നത്. അതിന് വേണ്ട സ്റ്റാഫ് ഇവിടെ നിന്നില്ലെങ്കിൽ നിയർ ബൈ സ്കൂളിൽ നിന്നും നേരത്തെ കുട്ടി വിളിച്ചിട്ടുണ്ടാകും. ഇതിപ്പോൾ ഓഫീസേഴ്സ് മാത്രമല്ല, ഈ അറഫയിലുള്ള വിദ്യാർത്ഥികൾക്കും കൂടി ഒരു പാഠാണ് അല്ലേ? നാളത്തെ ഒരു സംഘാടനം എങ്ങനെയായിരിക്കണം, ഒരു ആതിഥ്യ മര്യാദ എങ്ങനെയായിരിക്കണം, അങ്ങനെ ആ ഒരു ഒരുക്കം എങ്ങനെയായിരുന്നു? Education doesn't get restricted only to books and classrooms. Children have to see, get exposed, and they should also participate in organizing small things. This is actually part of education itself. And there are many schools who want to conduct this one, but seeing the facilities and the team, we choose Arafa once again, and they are doing it well. And this is a big exposure to students, even their parents also, because they see it of 3 days, and prior to that, 1 month, as you said, they all be part of this preparation. Naturally, they get that practical experience, what we call experiential learning. They learn in school, collaboration, cooperation, coming together, staying back, discussing all these things. It's a big experience. You don't get even by paying money. So Arafa is doing for their children's sake too, and we're very happy that they are doing it very well. The പാരൻസിൻ്റെ റോൾ എങ്ങനെയായിരുന്നു? അതായത് ഈ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസും കൂടി ഇവിടെ ജോയിൻ ചെയ്തിട്ടാണോ? Definitely, selected parents will be always considered, because they also part of the team. So wherever we need, because there are different teams regarding food, transportation, facilities, guests, so they will be included based on their voluntary and willingness. And of course there is a big team, we heard, parents team also.